നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോവർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോവർ ആവുകയും ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന എല്ലാ ജ്യോതിഷ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 2026 പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത്. അതും ആയില്യം നക്ഷത്രത്തെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പുതുവർഷത്തിൽ ആയില്യം നക്ഷത്രക്കാർക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർക്കുണ്ടാവും, എന്തെല്ലാം കാര്യങ്ങളിൽ അവർക്ക് നേട്ടങ്ങൾ വന്ന് സംഭവിക്കാം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ അവർക്കൊരു ചെറിയ ദോഷങ്ങളോ അങ്ങനെയുള്ള വല്ല കാര്യങ്ങളോ വന്നു ചേരാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സവിസ്തരമായിട്ടാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചാനലിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ആദ്യാവസാനം വരെ ഒന്ന് കാണുന്നത് വളരെ നല്ലതാണ്. ഞാൻ എല്ലാ കൊല്ലവും പുതുവർഷ ഫലത്തിൻ്റെ വീഡിയോ ഇടാറുണ്ട്. പുതുവർഷ ഫലത്തിൻ്റെ വീഡിയോ മാത്രമല്ല, ഞാൻ എല്ലാ വീഡിയോ ഇടാറുണ്ട്. അതായത് കൊല്ലവർഷം കൂടുമ്പോൾ കൊല്ലവർഷത്തിൻ്റെ വീഡിയോ ഇടാറുണ്ട്. അങ്ങനെ പുതുവർഷത്തിൻ്റെ വീഡിയോ, പിന്നെ അതുകൂടാതെ മാസഫലം, ആഴ്ചഫലം, ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് എല്ലാ ദിവസങ്ങളിലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷവും ഞാൻ ഈ പുതുവർഷത്തിൽ 2026 പുതുവർഷത്തിൽ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഓരോ നക്ഷത്രക്കാരുടെയും നക്ഷത്രഫലം ഞാൻ വീഡിയോ ഇടുകയാണ്. അതിലിപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ആയില്യം നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഒന്ന് മുഴുവനായിട്ട് കാണണം എന്നുള്ള ഒരു താല്പര്യം എനിക്കുണ്ട്. കാരണം പലരും വീഡിയോ കാണുമ്പോൾ, കാരണം വീഡിയോയിൽ സവിസ്തരമായ കാര്യങ്ങൾ പറയുമ്പോൾ ചിലവർ അത് ഇഷ്ടപ്പെടാതെ ചിലപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഓടിച്ചു പോകാനോ ഒക്കെ ചെയ്തെന്ന് വരും. അങ്ങനെ ചെയ്താൽ ഈ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ജനുവരി മുതൽ 2026 ജനുവരി മുതൽ 2026 ഡിസംബർ വരെ ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്ന ഫലങ്ങളൊക്കെ എന്തൊക്കെയാണ്, ആ ഫലങ്ങൾ ദോഷമാണോ ഗുണമാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പൊ അത് ഇങ്ങനെ ഓടിച്ചു പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഇത് കാണാൻ സാധിക്കില്ല, മുഴുവനായിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വീഡിയോ ആദ്യാവസാനം വരെ കാണണം എന്ന് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പൊ 2026 പുതുവർഷത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഫലം എന്തൊക്കെയാണ്? അപ്പൊ ഈ ഗോചരഫലമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓരോരുത്തരുടെ ജന്മസമയവും ഗ്രഹനിലയും ഒക്കെ വെച്ച് നോക്കിയിട്ട് വേണം ഇതിന്റെ പൂർണ്ണമായ ഫലം കണ്ടെത്താൻ. എന്നിരുന്നാലും ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ച് ഗോചരപരമായിട്ടുണ്ടാവുന്ന ഫലമാണ് പറയുന്നത്. അപ്പൊ ഗോചരപരമായിട്ട് 4 ഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് സ്വാധീനം ചെലുത്തുന്നത്. അതായത് ഒരേ നക്ഷത്ര ജാതകർക്കും സ്വാധീനം ചെലുത്തുന്ന 4 ഗ്രഹങ്ങളുണ്ട്. അതാരൊക്കെയാണ്? ഒന്ന് വ്യാഴഗ്രഹം, ഒന്ന് ശനിഗ്രഹം, ഒന്ന് രാഹുഗ്രഹം, ഒന്ന് കേതുഗ്രഹം. ഈ 4 ഗ്രഹം, മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങൾ ഉണ്ടാകും. എന്നാലും വർഷം മുഴുവനും ഈ നിലനിൽക്കുന്ന സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഈ 4 ഗ്രഹങ്ങളുടെ, പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങളുടെ ഗോചരപരമായിട്ടുള്ള നിൽപ്പിന്റെ, ഒരു രാശിയിൽ നിൽക്കുന്ന നിൽപ്പിന്റെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഞാനിങ്ങനെ കാര്യങ്ങൾ സവിസ്തരം വിസ്തരിച്ച് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടായി ഉണ്ട്, അതെനിക്കറിയാം. പക്ഷെ കാര്യങ്ങൾ തുറന്ന് സൂക്ഷ്മമായി അത് അപഗ്രന്ഥിച്ചുകൊണ്ട് തന്നെ വിശദമായി തന്നെ കാര്യങ്ങൾ ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ ആവർത്തിച്ച് പറയേണ്ടി വരും. എന്നാലേ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സവിസ്തരം കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നത്. അതുകൊണ്ട് ദയവായി ഈ വീഡിയോ നിങ്ങൾ ആദ്യാവസാനം വരെ കാണുകയും അതിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണമെന്ന് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയുള്ള കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ
കഴിയുന്ന സമയങ്ങളിൽ അവസരങ്ങൾ കിട്ടിയാൽ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന നക്ഷത്രത്തെ പറ്റി പറയുന്ന ഈ വിഷയം ആയില്യം നക്ഷത്രത്തെ പറ്റിയാണ് ഇന്നിവിടെ പറയുന്നത്. ഈ ആയില്യം നക്ഷത്രക്കാർക്ക് വേഴം 12-ലും 2026 ജൂൺ 2-ന് ശേഷം ജന്മത്തിലും വരുന്ന ഒരു സമയമാണ് ഈ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഇവരെ സംബന്ധിച്ച് ശനി 9-ലും രാഹു 8-ലും കേതു 2-ലും വരുന്ന ഒരു സമയമാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം അത്ര ഗുണാനുഭവങ്ങൾ അത്ര മെച്ചമായിരിക്കില്ല എന്ന് വേണമെങ്കിൽ മുൻകൂട്ടി ആദ്യം പറയാം. അതായത് ഈ വർഷം ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഗുണകരമായ കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരും. ഈ വർഷം ചില ദോഷങ്ങൾ ഉണ്ടാവും. കാരണം ഗ്രഹങ്ങളുടെ നിൽപ്പതാണ്. വേഴം 12-ലാണ്. ജൂൺ 26-ന് ശേഷം അത് ജന്മത്തിലേക്കും വരെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോ പിന്നെ വേറെ കാര്യമുണ്ട്. ജന്മത്തിലാണ് വേഴം വരുന്നതെങ്കിൽ ഈ കർക്കിടകൻ രാശിയാണല്ലോ ആയില്യം നക്ഷത്രക്കാർക്കുള്ളത്, ഇല്ലേ? കർക്കിടകൻ കൂറാണ്. അപ്പൊ ജനിച്ച കൂറിലേക്ക് അങ്ങനെ നിങ്ങളുടെ ആയില്യം നക്ഷത്രക്കാരുടെ ജനിച്ച കൂറിലേക്ക് ജന്മത്തിലേക്ക്, അതായത് വേഴം 2026 ജൂൺ 2-ന് ശേഷം കടന്നു വരുമ്പോൾ വേഴത്തിന്റെ ഉച്ചരാശിയിലേക്കാണ് വേഴം വരുന്നത്. മനസ്സിലായ? വേഴത്തിന് ഉച്ചരാശിയും നീചരാശിയും ഉണ്ട്. അതേപോലെ എല്ലാ ഗ്രഹങ്ങൾക്കും ഉണ്ട് ഉച്ചരാശിയും നീചരാശിയും. അതേപോലെ വേഴത്തിന്റെ ഉച്ചരാശിയിലേക്കാണ് വരുന്നത്. വേഴം ആരാണ്? വേഴം ധനകാരകനാണ്, ഇല്ലേ? സർവേശ്വര ഗ്രഹമാണ് വേഴം. അപ്പൊ സർവേശ്വര ഗ്രഹം ആ 2-ല് അല്ലെങ്കിൽ ജന്മത്തില് അല്ലെങ്കിൽ 3-ല് അല്ലെങ്കിൽ 4-ല് ഇങ്ങനെ ഓരോ ഭാവങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ പ്രത്യേക ചില അനുഭവങ്ങൾ, ചില ഫലങ്ങൾ വേഴം തരും. അപ്പോൾ വേഴം ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ കൂടുതൽ ഫലം കിട്ടും. ഏത് ഗ്രഹമാണെങ്കിലും അത് ഉച്ചത്തിൽ നിൽക്കുമ്പോൾ കൂടുതൽ ഫലം ആ ജാതകന് കൊടുക്കും, അല്ലെങ്കിൽ ആ നക്ഷത്രക്കാരന് കൊടുക്കും. അപ്പൊ വേഴം ഉച്ചരാശിയിലേക്ക് കർക്കിടകത്തിലേക്ക് 2026 ജൂൺ 2-ന് ശേഷം കടന്നു വരികയാണ്. മനസ്സിലായ? അപ്പൊ അന്നേരം വേഴത്തിനെ കൊണ്ട് ഗുണമുണ്ടാവും. അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും, അപ്പൊ ജൂൺ 2-ന് മുമ്പ് വേഴം 12-ലല്ലേ ജന്മത്തിൽ ആവുന്നതിന് മുമ്പ് 12-ലല്ലേ വരുന്നത്. 12 എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല സ്ഥാനമല്ല, പാപസ്ഥാനമല്ല. അത് ഗുണമല്ല. എന്നാൽ അത് കഴിഞ്ഞു വരുമ്പോൾ ഗുണം കിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഈ വർഷം ഗുണം ഉണ്ടാവും, ദോഷം ഉണ്ടാവും. ദോഷത്തെക്കാൾ കൂടുതൽ ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ. കാരണം സർവേശ്വര ഗ്രഹമാണ്. സർവേശ്വര ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴം പ്രസാദിച്ചാൽ മറ്റു ഗ്രഹങ്ങളും പ്രസാദിക്കുന്നതാണ്. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് കിട്ടും. ഇവരെ സംബന്ധിച്ച് ഇവർ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതൊരു വിനയമാണ്. കാരണം ആയുസ്സും ആരോഗ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേഴത്തെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ്, ഇല്ലേ? നമ്മുടെ ആരോഗ്യരംഗം വേഴം എന്ന് പറഞ്ഞ ഗ്രഹം ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ തരും. അപ്പം അതുകൊണ്ട് ആയുസ്സിന്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും വേഴത്തിന്റെ പ്രസാദം ഏറ്റവും നല്ലതാണ്. അപ്പോൾ വേഴം ഇങ്ങനെ വരുമ്പോൾ ഗുണത്തിലും ദോഷത്തിലും വരുമ്പോൾ ഇവർ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവരെ സംബന്ധിച്ച് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ചെറിയ ചില അസുഖങ്ങൾ ഉണ്ടായാൽ അത് വച്ചു നീട്ടി കൊണ്ടുപോകാതെ സമയാസമയങ്ങളിൽ ചികിത്സ നേടിയാൽ തീർച്ചയായിട്ടും ആ ദോഷത്തിൽ നിന്ന്, ആരോഗ്യ പ്രശ്നത്തിൽ നിന്ന് ഇവർക്ക് മുക്തി നേടാൻ സാധിക്കും, ഇല്ലേ? ചിലവരങ്ങനെയല്ല. ചില സന്ദർഭങ്ങളിൽ ചില അസുഖങ്ങളൊക്കെ വന്നാൽ അതങ്ങനെ കൊണ്ടു നടന്ന് കുറെ കഴിയുമ്പോൾ അത് സൂചിക്കെടുക്കാവുന്നതാണെങ്കിൽ തൂമ്പക്കെടുക്കേണ്ട പരുവത്തിലേക്ക് കൊണ്ടെത്തി, ഇല്ലേ? അത് ചെറിയ ഒരു നിസ്സാര കാര്യം കൊണ്ട് ചിലപ്പോൾ തീരാവുന്ന ഒരു അസുഖം ഇരിക്കുള്ളൂ. ചിലപ്പോൾ അത് വെച്ച് മൂർജിച്ച് മറ്റേ കാര്യത്തിലേക്ക് പോകും, കൂടുതൽ ദോഷാനുഭവത്തിലേക്ക് പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് പ്രത്യേകം പറയുന്നത്. ആരോഗ്യ കാര്യങ്ങളിൽ ആയില്യം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനായി പതിവായി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും
ഇവർക്ക് 2026 ഗുണാനുഭവങ്ങൾ കൂടി കിട്ടും. അതായത് വേഴത്തിന്റെ ഗുണം കിട്ടണം ഇവര്. അപ്പൊ വേഴത്തിന്റെ ഗുണം വരുമ്പോ അത് വളരെയധികം ഗുണം കിട്ടും, മനസ്സിലായോ? പിന്നെ ശനി 9, രാഹു 8, കേതു 2, ഇതൊക്കെ അത്ര നല്ല സ്ഥാനങ്ങളൊന്നുമല്ല. കാരണം ശനി 9 എന്ന് ഒരു ഭാഗ്യസ്ഥാനവും, ഭാഗ്യസ്ഥാനത്ത് ഒരു പാപഗ്രഹം നിൽക്കുന്നത് അത്ര ഗുണമില്ലല്ലോ. അതുപോലെ രാഹു 8, ആയുസിന്റെ ഭാഗത്താണ് രാഹു നിൽക്കുന്നത്, അതും ദോഷമല്ലേ. കേതു 2, കുടുംബസ്ഥാനത്താണ്, കുടുംബസ്ഥാനത്ത് 2, അതുപോലെ ധനസ്ഥാനം കൂടിയാണ് 2. അപ്പൊ 2 കേതു നിൽക്കുമ്പോ അവിടെ അതൊരു പാപഗ്രഹം, അതത്ര സുഖകരമല്ല. അപ്പൊ ഇതിലെല്ലാം മറികടക്കാൻ സർവേശ്വര ഗ്രഹമായ വേഴത്തിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടണം, മനസ്സിലായോ? വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും എന്ന് ഉള്ള ചൊല്ലു ഉള്ളതുകൊണ്ട് നിങ്ങൾ വേഴത്തിന്റെ പ്രസാദം അല്ലെങ്കിൽ അനുഗ്രഹം, അവര് വേഴത്തിന്റെ കൃപ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് വേണ്ടി നിങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഈശ്വരാധീനവും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 2026 ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടും. ഞാനിതിങ്ങനെ സവിസ്തരം വിസ്തരിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണ്? ഇത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. കാര്യങ്ങൾ നിങ്ങൾ വിശദമായി മനസ്സിലാക്കണം, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മൾ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നത്? ഇത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാകണം, ഇല്ലേ? നിങ്ങൾ ഈ ഫോൺ നമ്പർ കണ്ട് എന്നെ വിളിച്ചിട്ട് മാത്രം ഫലമില്ല. ഈ ഞാൻ ഓരോരുത്തരും ഇടുന്ന വീഡിയോ കണ്ടിട്ട് അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണാനുഭവങ്ങളോ അല്ലെങ്കിൽ ദോഷങ്ങളുണ്ടെങ്കിൽ അത് ദോഷങ്ങൾ മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളോ സവിസ്തരം പറയുമ്പോൾ നിങ്ങൾ അതിനെ മോശമായി കാണേണ്ട കാര്യമില്ല. അപ്പൊ അത് നന്നായിട്ട് തന്നെ കാണണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പുതിയ ബിസിനസ് ആരംഭിക്കാൻ പറ്റിയ സമയം കൂടിയാണ്. വേഴത്തിന്റെ ആനുകൂല്യം വേഴം ഉച്ചരാശിയിലൊക്കെ വരുമ്പോൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമായി മാറും. അപ്പൊ അതുകൊണ്ട് ഈശ്വരാധീനം വർദ്ധിക്കുന്നതോടൊപ്പം ഇവരുടെ സാമ്പത്തിക രംഗത്തുള്ള വളർച്ചയും വളരെ പുരോഗമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ 2026 സാധിക്കുമെന്നാണ്. ധനാഗമ മാർഗങ്ങൾ, തടസ്സങ്ങൾ മാറി ഇവരെ തേടിയെത്തും. ധനകാരകൻ പ്രസാദിച്ചാൽ ഇവർക്ക് വേഴത്തിനെ കൊണ്ട് ഗുണകരമായ മാറ്റങ്ങൾ ധനസ്ഥാനത്ത് ധനകാരകനായ വേഴത്തെ കൊണ്ട് ഇവർക്ക് വളരെയധികം ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത 2026 ഉണ്ടാകും. അതേപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മവിശ്വാസം കൂടുതൽ ഉണ്ടാകുന്ന കാര്യങ്ങളും വന്ന് സംഭവിക്കും. കാരണം വേഴം സർവേശ്വര ഗ്രഹം ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം വേഴത്തെ പ്രസാദിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വേഴത്തെ അപ്പൊ പലരും ചോദിക്കില്ലേ, വേഴത്തെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കുന്നതെന്ന്, ഇല്ലേ? അത് ചോദ്യമാണ്. വേഴം എന്ന് പറഞ്ഞാൽ വേഴം എന്ന ഗ്രഹത്തിന്റെ ദേവതമാരുണ്ട്. അതാരാണ്? കൃഷ്ണൻ, മഹാവിഷ്ണു. വഴിപാട് നടത്തണം. കൃഷ്ണനോ മഹാവിഷ്ണുവിനോ ഒക്കെ വഴിപാട് നടത്തി നിങ്ങളുടെ ജന്മനക്ഷത്രത്തിന്റെ അന്നും അതുകൂടാതെ ശനി വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ പോയിട്ട് കൃഷ്ണന്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിലോ ഒക്കെ പോയി വഴിപാട് സമർപ്പിച്ചാൽ വേഴഗ്രഹത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. അതുവഴി മഹാവിഷ്ണുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വേഴത്തെ പ്രസാദിപ്പിക്കാൻ നോക്കാം. വേഴത്തെ പ്രസാദിപ്പിച്ചാൽ വേഴത്തിന്റെ ദേവന്മാരും നിങ്ങളെ പ്രസാദിക്കുന്നതാണ്. പിന്നെ മനപ്രയാസം മാറിക്കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനപ്രയാസങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക്, ഒരു ഊർജം, പ്രത്യേകമായിട്ടുള്ള ഒരു ഊർജം നിങ്ങളിലേക്ക് കടന്നു വരും. ആ ഊർജമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ 2026 തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. പിന്നെ അതുകൂടാതെ ബന്ധുജന സഹകരണം ഉണ്ടാവുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. ബന്ധുജന സഹകരണം ഉണ്ടാവും. തീർച്ചയായിട്ടും അവിചാരിതമായ സാമ്പത്തിക നേട്ടങ്ങൾക്ക് ഇവര് കാരണഭൂതരാകും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ഇവരെ സംബന്ധിച്ച്. കാരണം വേഴം ഉച്ചരാശിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവര് ജാതകനി നിൽക്കുന്ന അവിടുത്തെ വേഴത്തിന്റെ നിൽപ്പനുസരിച്ച് ഉച്ചത്തിൽ നിന്നുകൊണ്ട് ഈ നക്ഷത്രക്കാരന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കി തരാൻ വേഴത്തിന് കഴിയും. അപ്പൊ മനപ്രയാസങ്ങൾ മാറിക്കിട്ടും. പിന്നെ കുടുംബത്തിൽ പുരോഗതി ഉണ്ടാകും.
കുടുംബ പുരോഗതി ഉണ്ടാകും, കുടുംബത്തിൽ മനസ്സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാകും. അത് കുടുംബാംഗങ്ങളുമൊത്ത് ദൈവിക കാര്യങ്ങളിൽ പ്രവർത്തിക്കാനോ ദൈവിക കാര്യങ്ങൾക്കായി ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ ഒക്കെ ഇടവരും. അപ്പൊ അതിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഴഗ്രഹത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് 2026 കഴിയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും മോശമായ ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ഈ 2026 കാരണം വന്നു ഭവിക്കുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില സുഹൃത്തുക്കളിൽ നിന്നെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് അകൽച്ച ഉണ്ടാകും. കാരണം നമുക്കൊരു നല്ല സമയം ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതേസമയം നമുക്കൊരു ദോഷാനുഭവങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ നിൽക്കില്ല, അവർ മാറിക്കളയും. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വഴിമാറി പോകുമെന്ന് പറഞ്ഞ പോലെ അവർ ചിലപ്പം പോയിന്ന് വരും. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് ചിലപ്പോൾ നല്ല പെരുമാറ്റം ഉണ്ടായില്ലെന്ന് വരും. പക്ഷെ നിങ്ങളുടെ ഈശ്വരാധീനത്താൽ, നിങ്ങളുടെ ഈശ്വരാധീനം കൊണ്ട് അവരെയൊക്കെ നിങ്ങൾക്ക് അടുപ്പിച്ച് നിർത്താനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ ബന്ധുജന സഹകരണം ആവശ്യമാണ് ഈ സമയം. ബന്ധുക്കളെ അകറ്റി നിർത്തരുത്. അകന്നു പോകുന്നവരാകന്നു പോയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അവരെല്ലാം നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം വരും, നിങ്ങൾക്ക് നല്ല സമയം വരും. അപ്പൊ അതുകൊണ്ട് ഈ 2026 ദോഷാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് വേഴത്തിന്റെ ഗുണം കൊണ്ട്, വേഴം ഉച്ചരാശിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കർക്കിടകത്തിൽ വേഴം ഉച്ചരാശിയിൽ വരുമ്പോൾ കർക്കിടകൂറുകാരായ ആയില്യ നക്ഷത്രക്കാർക്ക് 2026 പൊതുവെ നല്ല ഫലങ്ങൾ കിട്ടും. നിങ്ങളുടെ ഈ ആയില്യ നക്ഷത്രക്കാരുടെ 2026 പൊതുഫലം ഞാൻ സവിസ്തരം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നിങ്ങളുടെ വിലയേറിയ കമന്റുകളും അഭിപ്രായങ്ങളും എനിക്ക് അയക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എന്നെ കാണുന്നതുവരെ നിങ്ങൾക്ക് ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.